മാറിയെന്ന്. ആർട്ട് സിനിമകൾ കൊമേഴ്സ്യൽ സിനിമകളാക്കി മാറ്റുന്ന ലോയി സാറിൻ്റെ ആദ്യ സിനിമയിൽ ആദ്യ പുതുമുഖമായി മാറിയ താങ്കളുടെ ആദ്യ ദിവസത്തെ അനുഭവം എന്തായിരുന്നു? ഹരിപ്പി നായർ ഒന്ന് വിശദമാക്കാമോ? അതിന് മുമ്പായിട്ടൊരു കാര്യം, ഞാൻ കുട്ടിക്കാലം മുതലേ സിനിമ ഒരു സ്വപ്നമായി കൊണ്ടു നടന്നിട്ട് അത് യാഥാർത്ഥ്യമായതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിലാണ്. ഒരു വർഷം മുമ്പ് ചക്കരമുത്ത് എന്ന സിനിമയുടെ ഇതുപോലെ പ്രൊമോഷൻ ഷോയ്ക്ക് വേണ്ടി ശ്രീ ലോഹിത സാർ ഏഷ്യൻ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. പിന്നീട് ആ പരിചയത്തിൽ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം തന്ന സ്നേഹവും വാത്സല്യവുമാണ് ഒരു നിമിത്തം പോലെ നിവേദ്യത്തിലെത്തിച്ചത്. ആദ്യമായിട്ട് സിനിമ സെറ്റിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടി സെറ്റിൽ പോയ സമയത്ത് നോക്കിക്കാണുമായിരുന്നു. കാരണം ഞാൻ പല സംവിധായകരും സിനിമ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ലൊക്കേഷനുകളിലൊക്കെ പോയിട്ട്. പക്ഷേ വിഷയങ്ങളെ വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു ഗുരുനാഥൻ കുട്ടികൾക്ക് വിഷയം പഠിപ്പിച്ച് കൊടുക്കുന്ന ആ രീതിയിൽ ലോയി സാറ് പുതുമുഖങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ ദിവസം എനിക്കൊന്നും ചെയ്യാണ്ടായില്ല, ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ വിനു ഭാമയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആദ്യമായിട്ടൊരു സീൻ ചെയ്തത് നെടുമുടി വേണു സാറ്, ഭരത് ഗോപി സാറ്, ഭാമ ഇവരുടെ കൂടെയായിരുന്നു. അത് തന്നെ ഇത്രയും അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളുടെ കൂടെ ആദ്യമായിട്ട് ഒരു രംഗം അവതരിപ്പിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം തോന്നി. അതൊരു നിമിത്തം പോലെ, ഈശ്വരാനുഗ്രഹം പോലെ കാണുന്നു. താങ്ക് യു. നാട്ടുകാർ പറയണത് പോലെ ജീവിക്കണമെങ്കിൽ അത് അടുത്ത ജന്മത്തിലാവാം. ഈ ജന്മത്തില് ഇതിങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ, അല്ലേ രാധേ? ഇയാളാരാ? ഇത് എന്റെ ചെറിയ ഓപ്പോളുടെ മോനാ. നമസ്കാരം, ഞാൻ സുരേഷ്. സുരേഷ് നമ്പൂതിരി. മാറി നിൽക്കും, തമ്പുരാൻ നല്ലോണം കാണട്ടെ. ഞാനിപ്പോ കോയമ്പത്തൂര് ഒരയ്യപ്പ ക്ഷേത്രത്തിൽ ശാന്തിയാ. ഓട്ടന്നെ ഒന്ന് പുറപ്പെട്ടു വരണമെന്ന് അമ്മാമ്മ പറഞ്ഞു. രാവിലെ പൂജ കഴിഞ്ഞ് പുറപ്പെട്ടു. മറ്റേളെന്തായാലും 1 മാസം കഴിഞ്ഞ് പോവും. പകരം ഞാൻ ഈളെയാ കണ്ടുവച്ചിരിക്കണത്. ആയിക്കോട്ടെ. ഓ